അനന്തപുരിക്ക് ആവേശമായി പ്രധാന സേവകന്റെ റോഡ് ഷോ. കാത്തുനിന്ന പതിനായിരങ്ങളെ അഭിവാദ്യം ചെയ്ത് ആശീർവാദം ഏറ്റുവാങ്ങി അനന്തപുരിയെ രാജവീഥിയാക്കിയായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തലസ്ഥാന നഗരിയിലൂടെ കടന്നുപോയത്. പ്രധാനമന്ത്രിയുടെ വിമാനം തിരുവനന്തപുരം തൊടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അനന്തപുരി നിറഞ്ഞു. വാഹനവ്യൂഹം കടന്നുപോകുന്ന പാതയ്ക്ക് ഇരുവശവും പതിനായിരങ്ങൾ അണിനിരന്നു. കൊട്ടും പാട്ടും കാവടിയും കലാമേളങ്ങളുമായി അനന്തപുരി അക്ഷമരായി പ്രധാനമന്ത്രിയെ കാത്തുനിന്നു. വികസന നായകനെ ഒരു നോക്ക് കാണാൻ, കണ്ടാശീർവദിക്കാൻ രാഷ്ട്രീയ ജാതി മത പ്രായഭേദമന്യേ ജനം ഒഴുകിയെത്തി. അപ്പൊ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാണാൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ 100 കോടി പ്രപഞ്ചമാണ് അദ്ദേഹം. പ്രപഞ്ചത്തിനോട് നന്ദി പറയുമ്പോഴാണ് അദ്ദേഹത്തോട് ഞങ്ങൾ നന്ദി പറയാൻ നിൽക്കുന്നത്. ഏറ്റവും വലിയ സന്തോഷത്തിൽ പല സന്തോഷം വേറൊന്നുമില്ല. പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കര ആവേശത്തിലാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യത്തിനുണ്ട്, ഭാരതത്തെ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർത്തുന്ന പുള്ളിയാണ്. നാളെ കേരളം BJP ഭരിക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇത്, അദ്ദേഹത്തിന്റെ വരവ്. കേരളം കണ്ട ഏറ്റവും വലിയ വികസനം പ്രഖ്യാപിക്കുവാനാണ് അനന്തപുരിയിലേക്ക് നരേന്ദ്രമോദിജി എത്തുന്നത്. സ്വീകരിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും ആവേശത്തോടു കൂടി ഇന്നിവിടെ വന്നുകൂടിയിരിക്കുന്നത്. ഒടുവിൽ 10:30 പ്രധാനമന്ത്രിയുടെ വിമാനം അനന്തപുരിയിൽ പറന്നിറങ്ങി. സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയിൽ പ്രധാനമന്ത്രി പുറത്തേക്ക്. ഓവർബ്രിഡ്ജ് ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി കാറിന് പുറത്തേക്ക്. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനം വരെ ജനസഹസ്രങ്ങൾക്ക് നടുവിലൂടെ ജനനായകന്റെ പ്രൗഢഗംഭീരമായ റോഡ് ഷോ. അനന്തപുരിയെ ഇളക്കി മറിക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. ഒപ്പം BJPയെ ചേർത്ത് നിർത്തിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ താനും ചേർത്ത് നിർത്തുമെന്ന കൃത്യമായ സന്ദേശവും. ജനം തിരുവനന്തപുരം.